വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ് അനറ്റമിസ് ആണ്. അപ്പോൾ നമ്മുടെ ആനുവൽ എക്സാം ഒക്കെ ഇങ്ങ് എത്തിപ്പോയി. നമ്മുടെ മക്കളൊക്കെ കുറച്ച് പേരൊക്കെ ഇത് എഴുതാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിവേ ഇന്ന് മിസ് വന്നിരിക്കുന്നത് ഇനി വരാൻ പോകുന്ന നമ്മുടെ വാർഷിക പരീക്ഷയ്ക്ക് നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കണം ചില ചോദ്യങ്ങളുമായിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഈ ചോദ്യങ്ങളൊക്കെ മിസ്സിനും കൂടെ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പൂവിൻ്റെ കൂട്ടുകാർക്ക് ചുറ്റും വട്ടം വരയ്ക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇവരാരൊക്കെയാണ് എന്ന് നമുക്കൊന്ന് ഐഡന്റിഫൈ ചെയ്യാം. ആരൊക്കെയാണ് എൻ്റെ മക്കൾക്ക് കാണാനായിട്ട് പറ്റുന്നത്? യെസ്, ഫസ്റ്റ് നിങ്ങൾക്കൊരു പൂമ്പാറ്റേനെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇല്ലേ? രണ്ടാമത് നിങ്ങൾക്കൊരു കോഴീനെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മൂന്നാമതൊരു താറാവിനെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നാലാമതാണെങ്കിൽ ഒരു തേൻകുരുവിനെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അഞ്ചാമതൊരു പൂച്ചയുണ്ട്. ആറാമത് ഇതാണ്ട് ഒരു തേനീച്ചയുണ്ട്. അപ്പം നമ്മുടെ ചോദ്യം എന്താണ്? ഇതിൽ പൂവിൻ്റെ കൂട്ടുകാർക്ക് ചുറ്റും വട്ടം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്കൊന്ന് വട്ടം വരച്ച് നോക്കാം. അപ്പം നിങ്ങൾ നോക്കിക്കോ, ആരൊക്കെയാണ് ഇവിടെ നമ്മുടെ പൂവിൻ്റെ കൂട്ടുകാർ എന്ന് പറയുന്നത്? പൂമ്പാറ്റ ആരുടെ കൂട്ടുകാരാണ്? പൂവിൻ്റെ കൂട്ടുകാരാണ്. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ തേൻകുരുവിയും പൂവിൻ്റെ കൂട്ടുകാരനാണ്. അതുപോലെ നമ്മുടെ തേനീച്ചയും പൂവിൻ്റെ കൂട്ടുകാരാണ്. അപ്പോൾ ഈ പൂവിൻ്റെ കൂട്ടുകാരൻ എൻ്റെ മക്കൾ എല്ലാവരും എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിച്ചു വെക്കുന്നത് നല്ലതാട്ടോ. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. പഴങ്ങളെ സൂചന പോലെ പട്ടികയിലാക്കുക. ഏതൊക്കെ പഴങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്? മുന്തിരിയുണ്ട്, റംബൂട്ടാനുണ്ട്, മാമ്പഴമുണ്ട്, കശുമാങ്ങയുണ്ട്, മാതള നാരങ്ങയുണ്ട്. ഓക്കെ, ഇത്രയും ആൾക്കാരെയാണ് എൻ്റെ മക്കൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. എന്നിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അതിൽ മഞ്ഞ നിറമുള്ളത് ഏതൊക്കെയാണെന്ന് ഈ കൊടുത്തിരിക്കുന്ന ബോക്സിൽ എഴുതണം. ധാരാളം വിത്തുകളുള്ളത് ഏതൊക്കെയാണെന്ന് ഈ കൊടുത്തിരിക്കുന്ന ബോക്സിൽ എഴുതണം. കുലയായിട്ടുണ്ടാവുന്നത് ഏതൊക്കെയാണെന്ന് ഈ കൊടുത്തിരിക്കുന്ന ബോക്സിൽ ഉണ്ടാവണം. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് കളർ ചെയ്ത് നോക്കാം അല്ലേ. ഏറ്റവും ആദ്യം നമുക്ക് ഈ മഞ്ഞ നിറത്തിലുള്ള ആൾക്കാരെ നമുക്ക് എന്ത് ചെയ്യണം, ഈ പറയുന്ന റോസ് കളർ കൊടുക്കാം. ഓക്കെ, ഏതൊക്കെയാണ് ഈ മഞ്ഞ നിറത്തിലുള്ള ഈ പറയുന്ന പഴങ്ങൾ എന്ന് പറയുന്നത്? നമ്മുടെ മാമ്പഴം എന്താണ്? മഞ്ഞ നിറത്തിലാണ്. അതുപോലെ തന്നെ എന്താണ്, നമുക്ക് കശുമാങ്ങ എന്താണ്? മഞ്ഞ നിറത്തിലാണ്. ഇനി അതേപോലെ തന്നെ നമുക്ക് എന്ത് നോക്കാം? യെസ്, നമുക്ക് ധാരാളം വിത്തുകളുള്ള ആൾക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം. ധാരാളം വിത്തുകളുള്ള ആൾക്കാർ ആരൊക്കെയാണ്? യെസ്, നമ്മുടെ മാതള നാരങ്ങ. ഓക്കെ, ധാരാളം വിത്തുകളുണ്ട്. ഇനി അതുപോലെ തന്നെ അടുത്തെന്ന് പറയുന്നത് കുലയായി ഉണ്ടാവുന്നത് ആരൊക്കെയാണ് കുലയായിട്ടുണ്ടാവുന്നത്? റംബൂട്ടാൻ കുലയായിട്ടാണ് ഉണ്ടാവുന്നത്. മുന്തിരിയും കുലയായിട്ടാണ് ഉണ്ടാവുന്നത്. അതുപോലെ എൻ്റെ മക്കള് ഇങ്ങനെ ഓരോന്നും നിങ്ങൾ തരം തിരിക്കാനായിട്ട് നിങ്ങൾ പഠിക്കുക. ഓക്കെ അല്ലേ? അപ്പം നമ്മൾ കുറച്ച് ചോദ്യങ്ങളൊക്കെയാണ് ചെയ്തത്. ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ചോദ്യം ശ്രദ്ധിക്കണം. ഇത് ജസ്റ്റ് കളർ ചെയ്യാനൊന്നുമല്ല, പിന്നെ നിങ്ങൾക്കൊരൊന്ന് ഇൻട്രസ്റ്റിംഗ് ആയിക്കോട്ടെ എന്ന് വെച്ച് മിസ് ഒന്ന് കളർ ചെയ്യാൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പം നിങ്ങളിത് ഈ കൊടുത്തിരിക്കുന്ന ഈ ഒരു ബോക്സിൽ നിങ്ങൾ ഓരോന്നും എടുത്ത് അക്ഷരത്തെറ്റില്ലാതെ എഴുതുകയാണ് വേണ്ടത്. അപ്പം നമ്മൾ ചില ചോദ്യങ്ങളൊക്കെ നോക്കിയാലേ നിങ്ങൾക്കൊക്കെ അത് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലെയുള്ള നല്ല കുറേ ചോദ്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കാണാം. അതുപോലെ തന്നെ ഇനി അങ്ങോട്ടേക്ക് കൃത്യം 7:30 എല്ലാ മക്കളും നമ്മുടെ ചാനൽ ഉണ്ടായിരിക്കുക. നമ്മളിതാ മിനി മാരത്തോണും മെഗാ മാരത്തോണും ഒക്കെ ആരംഭിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ.